ശ്രീ പ്രശാന്ത്, ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനൊപ്പമാണ് ഈ ഇന്ത്യക്കാരൻ്റെ മനസ്സ് നിന്നത്. ഒരുപക്ഷെ ശരീരം പോലും അങ്ങോട്ടേക്ക് കൊടുക്കാൻ ഇന്ത്യക്കാർ തയ്യാറാണ്. അത്തരത്തിൽ ഒരു വലിയൊരു ആത്മബന്ധമാണ് അങ്ങോട്ട് വെച്ച് പുലർത്തിയത്. ഇപ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളേറെ ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പങ്ക് അവിടെ വലിയ നിർണായകമായി തീർന്നതല്ലേ? ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പോലെയല്ല. ഒരു പക്ഷേ അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമായിരിക്കും ആ ബന്ധം ഇസ്രായേൽ ഇങ്ങോട്ട് കാണിക്കുന്ന അതേ ആത്മാർത്ഥതയിൽ തിരിച്ചു കാണിച്ചു തുടങ്ങിയത്. ഇപ്പം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ അതിൻ്റെ, അല്ലെങ്കിൽ ആ രാജ്യ രൂപീകരണത്തിന് ഇന്ത്യയുടെ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി അന്ന് നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പാലസ്തീൻ അല്ലെങ്കിൽ പാലസ്തീനോട് അനുകൂലമായിട്ടുള്ളൊരു സമീപനമായിട്ട് മുന്നോട്ട് വരുന്നു. അന്ന് RSS ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച് ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ ദീർഘമായ ഒരു പ്രവർത്തനം RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ അവിടുത്തെ സിവിലിയൻ ബഹുമതി, ഒരുപക്ഷെ ഈ അവരുടെ വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ജ്യൂതിഷികൾക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു അംഗീകാരം RSSൻ്റെ അന്നത്തെ ഒരു നേതാവിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പം ഈ യുദ്ധത്തിനകത്ത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ അംബാസഡർമാർ ഉൾപ്പെടെ ഉള്ളവർ പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാറ് പറഞ്ഞതുപോലെ ഒരു ആത്മബന്ധം, അതായത് ഇന്ത്യക്കും ഇസ്രായേലും തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരെ വലുതായിരുന്നു. കാരണം ഒക്ടോബർ 7 ആക്രമണത്തിൽ എല്ലാവരും അപലപിച്ചു. അമേരിക്ക അതിനകത്ത് ശക്തമായിട്ട് അപലപിച്ചു, ഇന്ത്യക്ക് ശക്തമായിട്ട് അപലപിച്ചു. ലോകരാജ്യങ്ങളെല്ലാം അന്നത്തെ ഈ ഹമാസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിൽ അപലപിക്കുമ്പോൾ ആയുധം കൊടുത്തത് അമേരിക്ക കൊടുത്തു, അതിൻ്റെ കൂടെ ഇന്ത്യ കൊടുത്തു, ബ്രിട്ടൻ കൊടുത്തു. പക്ഷേ അതിനുശേഷം വന്നത് അവിടെ ചെന്നേക്കുന്ന അപേക്ഷകൾ, ഒരു പക്ഷേ അവരെ സഹായിക്കാൻ, അവിടുത്തെ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ പട്ടാളത്തിൽ ചേരാൻ പോലും, അല്ലെങ്കിൽ IDF-ൽ ചേരാൻ പോലും തയ്യാറായിരുന്നു. അതിന് ഈൽമെയിൽ സന്ദേശം അയച്ചിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് അവിടുത്തെ ഈ പറയുന്ന മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സാമ്പത്തികമായിട്ട് പോലും സഹായിക്കാൻ ഒക്കുന്നത് പോലെ ആ രീതിയിലെല്ലാമുള്ള ഒരു ബാക്കി രാജ്യങ്ങൾ മറ്റ് രീതിയിൽ അല്ലെങ്കിൽ നയതന്ത്ര രീതിയിലൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യൻ യുവാക്കൾ ഉൾപ്പെടെ, അതിനകത്ത് കേരളത്തിനകത്ത് നിന്ന് പോലും ഏതാണ്ട് 10,000 പേരോളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് ജോലി ചെയ്യുന്നവരും ഇന്ത്യക്കാരായിട്ടുള്ള വെളി ജോലി ചെയ്യുന്നവരും എല്ലാം കൂടെ വരുന്ന ഒരു രീതിയാണ്. അപ്പം ഇതിനകത്ത് ആ രാജ്യത്തോടുള്ള കടപ്പാട്, വളരെ തീവ്രമായ കടപ്പാടിൻ്റെ ഏത് രീതിയിലും ആ രാജ്യത്തിനകത്തുണ്ടാകുന്ന ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തെ സഹായിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുന്നു. അതായത് ഒരു വേറെ ബന്ധമാണല്ലോ അത്. ഒരു പക്ഷേ ഇന്ത്യക്ക് ഏതവസരത്തിലും ഇന്ത്യക്ക് ഒരു കുഴപ്പം വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സഹായമായി വരുന്ന ഒരു കുഴപ്പം ചേർന്ന് നിന്ന് സഹായിച്ചിട്ടുള്ള രാജ്യം ഇസ്രായേലുള്ളൂ. നമുക്കത് മനസ്സിലാവുന്നു. ഈ കാർഗിൽ യുദ്ധ സമയത്ത്, അപ്പം കാർഗിൽ യുദ്ധം സാറിന് അറിയാമല്ലോ, ദീർഘകാലമായിട്ട് ഏറ്റവും അവസാനം പാകിസ്ഥാൻ നമ്മളുമായിട്ടുള്ള യുദ്ധം ഒരിക്കലും ജയിക്കത്തില്ലെന്ന് വിചാരിച്ചൊരു യുദ്ധം. കാരണം പാകിസ്ഥാൻ കാലേ കൂട്ടി മലനിരകളിൽ കയറി അവിടെ പാകിസ്ഥാൻ പോസ്റ്റുകൾ സ്ഥാപിച്ച് വളരെ കൃത്യമായിട്ട് അവർ വേണ്ട യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി നമ്മളുടെ ആൾക്കാർ, അല്ലെങ്കിൽ ആടിനെ മേയ്ക്കാൻ പോയവർ തിരിച്ചറിഞ്ഞ് പറയുമ്പോഴാണല്ലോ നമ്മളവിടെ പാകിസ്ഥാനികൾ തയ്യാറെടുത്ത് അവിടെ ഇരിക്കുന്നു, അവർ ഇവിടെ പട്ടാളക്കാർ അവിടെ വളരെ തയ്യാറെടുപ്പോടുകൂടി യുദ്ധസജ്ജമായിട്ടുണ്ടെന്ന് കണ്ട് ആ യുദ്ധം തുടങ്ങുന്നു. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുന്ന പാകിസ്ഥാനെ താഴേന്ന് മേപ്പോട്ട് ആക്രമിച്ചാണ് അല്ലെങ്കിൽ യുദ്ധം ചെയ്താണ് നമ്മൾ തോൽപ്പിക്കുന്നത്. അപ്പം ആ മലനിരകളിൽക്കകത്ത് വണ്ടികൾ കയറിപ്പോകാൻ പറ്റാതെ വരുമ്പോൾ പാകിസ്ഥാൻ അവിടെ വളരെ ഈ പരിശോധിക്കുമ്പോൾ മാസങ്ങളായിട്ട് അവിടെ വന്ന് അവിടുത്തെ സ്ഥലങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ യുദ്ധം ചെയ്യാൻ സജ്ജമാകുന്ന രീതിയിൽ പട്ടാളക്കാരെ അവിടെ വെച്ച് തന്നെ സജ്ജമാക്കിയെടുത്ത് ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വന്ന് നിന്ന് സഹായിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. അവർ പൈലറ്റുമാരെ തന്നു, നമുക്ക് വിമാനങ്ങൾ തന്നു, അതിനകത്ത് ബോംബുകൾ ഘടിപ്പിക്കാൻ ടെക്നീഷ്യന്മാരെ തന്നു. യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ യുദ്ധം ചെയ്താൽ ജയിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉപദേശം പട്ടാളക്കാർ നിന്ന് തന്ന യുദ്ധം ജയിപ്പിച്ചു തന്ന് ഇസ്രായേലിൻ്റെ വളരെ വലിയ പങ്കുണ്ട്. അതുപോലെ പത്താൻകോട്ട് ആക്രമണം ഉണ്ടല്ലോ. ആ ആക്രമണത്തിനകത്ത് ഈ പറയുന്നത് പോലെ
നമ്മൾ തിരിച്ചടിക്കുന്ന സമയത്ത് എങ്ങനെ തിരിച്ചടിക്കണം, എങ്ങനെ തിരിച്ചടിച്ചാൽ അതിർത്തി കടന്ന് ആ ആക്രമണം നടത്തിയതിന് ശേഷം തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ പതിയിരിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ ഭീകരന്മാരെ കൊല്ലാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള അറ്റാക്കായിരിക്കും. ബങ്കർ ബ്ലസ്റ്റർ എന്ന് പറഞ്ഞ ബോംബൊക്കെയാണ് ഉപയോഗിച്ചത്. അതിനുശേഷം പിന്നെ ആ ബോംബിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പശ്ചിമേഷ്യൻ യുദ്ധസമയത്തെ ഭീകരനെ കൊല്ലാൻ വേണ്ടി, ഹമാസ് ഭീകരനെ കൊല്ലാൻ വേണ്ടി ഒക്കെയാണ് ഉപയോഗിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയും അതിനും വേണ്ട രീതിയിലുള്ള ടെക്നിക്കൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ പട്ടാളക്കാരെ വേണ്ട ഇന്ന രീതിയിൽ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകളും സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെളി വന്നിട്ട് ഇതെല്ലാം അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ അതിർത്തി വിഷയത്തിനകത്ത് ചൈനയുമായിട്ടാണല്ലോ നമ്മൾ യുദ്ധം ശരിക്കും ചെയ്തിട്ടുള്ളതും നമുക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളതും. എപ്പോഴും നമ്മളോട് യുദ്ധം ചെയ്യാനും നമ്മളുടെ ഭാഗങ്ങൾ അവരുടേതാണെന്ന് വരുത്തി തീർക്കാനും, അല്ലെങ്കിൽ ഏതൊരവസരത്തിലും കയറി നമ്മുടെ ഭാഗം പിടിക്കാനും ഒക്കെ നിൽക്കുന്നു. ഇപ്പോഴും പല ഘട്ടങ്ങളിൽ ഇപ്പോഴാണല്ലോ ഒന്ന് ഒതുങ്ങിയത്. നേരത്തെ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുന്നു, അല്ലെങ്കിൽ ലഡാക്കിന് പേര് മാറ്റുന്നു, ഇങ്ങനെ എപ്പോഴും പ്രകോപിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലഡാക്ക് അതിർത്തിയിൽ ഒരു വലിയ തർക്കം ഉണ്ടായി. 2022 തോന്നുന്നു. അന്ന് ഈ വളരെ കൂടുതൽ പട്ടാളക്കാർ മരിച്ചു പോകുന്നൊരവസ്ഥ വന്നു. ചൈനയുടെ പട്ടാളക്കാരുടെ കഴുത്തൊടിച്ച്, നമ്മുടെ കമാൻഡോസിന് അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് കഴുത്തൊടിച്ച് കളഞ്ഞു. കാരണം 100ഓളം കാഷ്വാലിറ്റി ഉണ്ടായെന്നാണെന്ന് പറയുന്നത്. പക്ഷേ ചൈനയെ സമ്മതിച്ചില്ല. അവസാനം നിവർത്തി കെട്ടപ്പോൾ വളരെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ 25 പട്ടാളക്കാർ മരിച്ചെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരാളും മരിച്ചില്ലെന്ന് പറഞ്ഞു. അതിനകത്ത് ചൈന ആക്രമിക്കാൻ തയ്യാറായിരുന്നു എന്നൊരു റിപ്പോർട്ട് അന്ന് നമ്മളുടെ ഇവിടെയും ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് വരിക, അവസാനം വളരെ കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ചൈന പിന്മാറി. ഇപ്പം ശരിക്കും പിന്മാറിയെന്ന് പറയുന്നു. അതിനകത്ത് വീണ്ടും അമേരിക്ക ആശങ്ക പറയുന്നുണ്ട്. എന്നാലിപ്പം ബോർഡറിനകത്തൊരു വ്യക്തത വരുത്തി നമ്മളിപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയിൽ നിൽക്കുമെന്ന് പറയുന്നു. പക്ഷേ അന്നത്തെ ആ യുദ്ധത്തിനകത്ത് ചൈന ഇന്ത്യയെ ആക്രമിക്കാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണെന്ന് പറയുന്നു. ഇസ്രായേലുമായിട്ട് വളരെ കൂടുതലായിട്ട് നമ്മൾ ആ വിഷയത്തിൽ ചർച്ച നടത്തി. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ബേസ് തന്നാൽ മതി, ഞങ്ങൾ അവിടുത്തെ 3 കോപ്റ്റർ അല്ലെങ്കിൽ 3-ൽ കൂടുതലായിട്ടുള്ള യുദ്ധവിമാനങ്ങളുമായിട്ട് ഇവിടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് അവർ ഏത് രീതിയിൽ ആക്രമണം നടത്തുന്നു അതിന് വേണ്ട രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ സജ്ജമായിട്ട് ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽസ് ഇവിടെ വരികയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തെന്നാണ് എന്നറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾക്ക് വ്യോമസേന പ്രതിരോധ സംവിധാനമൊക്കെ എന്ന് നമുക്ക് അവർ തരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പറയുന്നത് ഇതേ രീതിയിൽ ഈ പതാങ്കോട്ടിന് ശേഷം നമ്മുടെ സൈനികനോടെ വീണുപോയല്ലോ, സൈനികനെ പിടിച്ചു വെച്ചല്ലോ. അതിന് മുമ്പൊക്കെ പട്ടാളത്തിൽ നമ്മുടെ ഏതെങ്കിലും സൈനികൻ പാകിസ്ഥാൻ്റെ കയ്യിലായി പോയാൽ അവനെ പിന്നെ ചെവിയും മൂക്കും കണ്ണും ഇല്ലാതെ കിട്ടുന്നതും, അല്ലെങ്കിൽ തലയില്ലാത്ത ശരീരം കിട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകുന്ന രീതി നമ്മൾ കണ്ടതല്ലേ. ഇവിടുന്ന് പിടിച്ച സൈനികനെ നമ്മുടെ അറ്റാക്കിന് ശേഷം തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഒരു യുദ്ധവിമാനം തകർന്നു പോവുകയും, അല്ലെങ്കിൽ യുദ്ധവിമാനം തകർന്നപ്പോൾ നമ്മുടെ ഒരു സൈനികൻ അവരുടെ കയ്യിൽ പെട്ടുപോയിട്ട് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിനകം കൊണ്ടുവിട്ട ഒരു സംഭവം അറിയാമല്ലോ നമ്മുടെ സൈനികനെ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ പ്രതിരോധ അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവിട്ടില്ലേ ആക്രമിക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയും ഇന്ത്യയും നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിന്നത് ഇസ്രായേലാണ്. അപ്പം പാകിസ്ഥാൻ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ വളഞ്ഞു നിൽക്കുക ഇന്ത്യയും. പാകിസ്ഥാൻ പരിശോധിക്കും, പാകിസ്ഥാനെ വളഞ്ഞു നിൽക്കുക ഇന്ത്യയും കപ്പൽപ്പടയും അല്ലെങ്കിൽ വ്യോമ സംവിധാനവും, ഇസ്രായേലിൻ്റെ വ്യോമ സംവിധാനം. അന്ന് രാത്രിയിലേക്ക് രാമായണം അറിയുവാൻ സാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. രാത്രി കറണ്ട് ഓഫ് ചെയ്തു, കറണ്ട് പോയി. രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ചർച്ച നടത്തിയാണ് ഇന്ത്യ പിന്മാറിയത്. അന്ന് അതിൻ്റെ കാര്യമാണ് ട്രംപ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്. ഞാനൊരു വിഷയമായിട്ട് നരേന്ദ്രമോദിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടു, ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട്. ഈ വിഷയം സംസാരിക്കാൻ അന്ന് ട്രംപ് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്തോളാം. അല്ല അടുത്ത കടന്നുകയറ്റത്തിന് ശേഷം അതാണെന്ന് പിന്നെ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ ഒക്ടോബർ 7 മുമ്പ് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ആദ്യം ആ രാജ്യം ഉണ്ടാക്കുന്ന സമയത്ത് RSS ആ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനും വേണ്ടി, ലോകത്തിനെ അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി RSS എന്ന് ഇടപെട്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു 4 RSS പ്രവർത്തകരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് 4 RSSകാരും ഉണ്ട്. അവരുടെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ സിവിലിയൻ ബഹുമതി അവിടെ കൊടുക്കുന്ന സിവിലിയൻ ബഹുമതി വെളിയിലൊരു ആൾക്ക് കൊടുത്തിട്ടുള്ളത് ആദ്യം ആ ഇന്ത്യക്കാരനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് RSS ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ 2 കരങ്ങളാണ് ഇസ്രായേലും മറ്റൊന്ന് ഇന്ത്യയും അല്ലേ? അല്ല, ട്രംപ് വന്നത് കൊണ്ടും ഈ പാകിസ്ഥാൻ്റെ കാര്യത്തിനകത്ത് നമ്മളോടുള്ള ഒരു
പാകിസ്ഥാൻ്റെ അകത്തല്ല സാറേ, നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിനെ പണ്ട് ഏതോ സ്ഥലത്തിൽ നമ്മളൊന്ന് സഹായിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ടാണ് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ വളരെ കൂടുതലായിട്ട് നമ്മളൊന്ന് പറഞ്ഞില്ലേ, നമ്മൾ യുദ്ധക്കോപ്പുകൾ കൊടുത്തു. കാർഗിലിന് ശേഷം യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ രഹസ്യമായിട്ടുള്ളൂ. ഇന്ത്യ ഇപ്പോഴും ഈ യുദ്ധ സമയത്ത് വളരെ കൂടുതലായിട്ട് ആയുധം ഇവിടുന്നില്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ അവരുടെ ആയുധം ഇവിടെ നിർമ്മിക്കുന്നു, എന്നിട്ട് ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ആ പട്ടാളത്തിനകത്തുള്ളൂ. അതിനകത്ത് വ്യക്തമായ തീരുമാനമില്ലെങ്കിലും ഈ ഇന്ത്യക്കാർ പറഞ്ഞ കാര്യത്തിനകത്ത് അവരൊരു പരിശോധന നടത്തുന്നു എന്നുവരെ നമ്മൾക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഈ ഒക്ടോബർ 7 ശേഷം വീണ്ടും RSS ഒഫീഷ്യൽസ് അല്ലെങ്കിൽ RSS ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ആൾക്കാരുമായിട്ടും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട വിധം ഏതെങ്കിലും സഹായം വേണമെങ്കിൽ RSSൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞെന്നാണ് നമുക്കറിയാം. കാരണം RSS ഇവർ വിചാരിക്കുന്ന പോലെ, ഇവിടുത്തെ നാട്ടിൽ കുറേ ആൾക്കാർ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ലല്ലോ RSS ഇന്ത്യക്കപ്പുറം 64 രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഒരു വലിപ്പവും അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെപ്പറ്റി നമ്മുടെ ഇന്ത്യക്കകത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. ലോകത്ത് പലതും ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളിലും വളരെ കൃത്യമായിട്ട് യാതൊരു ആക്ഷേപവും ആ രാജ്യത്തിനില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വലിയ മഹാസംഘടനയാണ് RSS. അതിൻ്റെ വലിപ്പം ഇവർക്കാർക്കും അറിയത്തില്ല. പണ്ട് ഈ മഞ്ഞുകട്ട കിടക്കുന്ന പോലെ RSSൻ്റെ വലിപ്പം കാണുന്നതൊന്നുമല്ല ഇതിൻ്റെ വലിപ്പം. അപ്പം ഞാനീ പറഞ്ഞത് RSSും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഈ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്ര വലിപ്പത്തിലായിരുന്നു, അത്ര ദീർഘമായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ മൊത്തം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു, ആ രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോഴും അതിന് തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ്. അപ്പം ഈ ബന്ധം ഒരു പക്ഷേ ഈ 10 കൊല്ലം കൊണ്ട് ഏറ്റവും ആഴത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദീർഘമായ സ്വഭാവത്തിൽ ആത്മാർത്ഥതയോട് നിൽക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിനകത്തും അത് സഹായിച്ചിട്ടുണ്ട്. നമ്മളീ പറഞ്ഞതുപോലെ ഈ ഒരു ബന്ധം ഇന്ത്യക്ക് എന്നും, കാരണം ഇന്ത്യക്ക് നമ്മൾ സംരക്ഷിക്കുന്നതിനപ്പുറം ഇന്ത്യയെ സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതിൻ്റെ കാരണം എന്ന് പറയാൻ, ആ രാജ്യം ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി നിന്ന RSS ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ദീർഘവീക്ഷണമുള്ള RSSന് ഇത്രയും സുഹൃത്താക്കാൻ പറ്റിയ ഒരു രാജ്യം വേറെ ലോകത്തുണ്ടാവത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർ അന്നേ ഈ രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള രാജ്യമാകുമെന്ന്, അല്ലെങ്കിൽ ഇപ്പം അനുഭവിച്ച് മനസ്സിലാക്കുന്നതിന് വളരെ കാലം മുമ്പ് അതെല്ലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുകയും ഇപ്പോഴും ആ രാജ്യത്തിനൊരാവശ്യം വരുമ്പോൾ അവിടെ ഓടിയെത്തുന്നതിന് വേണ്ടി RSSും അതിൻ്റെ സംവിധാനവും തയ്യാറാവുന്നു. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇന്ത്യ മൊത്തം തയ്യാറാവുന്നു, ഇന്ത്യയിലെ യുവാക്കൾ തയ്യാറാവുന്നു, അല്ലെങ്കിൽ ഇന്ത്യ കരുതുന്ന പോലെ ഇന്ത്യക്കാരും കരുതുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.